മാസാണോ എന്ന് വെച്ചാൽ മാസാണ്, ഫാമിലിയാണ്, ഫാമിലി ഓറിയൻറ്റഡ് ഒരു സബ്ജക്റ്റാണ്. എല്ലാം കൊണ്ടും ഒരു ഓൾ ടുഗെദർ ഒരു നല്ലൊരു പാക്ഡ് ഫിലിമാണ് ഡീസൽ. ഡീസലിൻ്റെ പാട്ടുകൾ തന്നെ എനിക്ക് തോന്നുന്നു 2 വർഷം മുന്നേ വളരെയധികം സ്വീകാര്യത, നമ്മുടെ മലയാളിയാണ്, നമ്മുടെ മലയാളത്തിൽ നിന്നാണ് ആദ്യത്തെ റീല് ഹിറ്റായത്. അപ്പോൾ അതൊക്കെ അവർ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അവിടുത്തെ മീഡിയയുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ ഇവിടുന്ന് പോയ ഒരു റീലാണ് ഇത്രയും വേൾഡ് വൈഡ് ഒരു ഹിറ്റിലേക്ക് ഉണ്ടായ ഒരു തുടക്കം എന്ന് പറയുന്നത്. സോ അതിലൊക്കെ അവർ വളരെ ഹാപ്പിയാണ്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് കൂടുതൽ ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ചോദിക്കാം, അതിനനുസരിച്ച് മറുപടി പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് പോകുന്ന പല ആർട്ടിസ്റ്റുകൾ നോക്കിയാൽ നമ്മൾ മലയാളത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന പെർഫോമൻസിനേക്കാൾ ഒരുപാട് വെല്ലുന്ന ടൈപ്പ് ഓഫ് കഥാപാത്രങ്ങളാണ് അവർ. ഉദാഹരണം പറഞ്ഞാൽ സ്വാസികയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അവിടെ തമിഴ് ചെയ്ത് തെലുങ്ക് ചെയ്തിട്ട് കഥാപാത്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഇതുവരെ കാണാത്ത ലെവലിലെ പെർഫോമൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്നെ സംബന്ധിച്ച് ഇങ്ങനെയാണ് ഡീസലിലേക്ക് വരുമ്പോഴുള്ള കഥാപാത്രം ഇതുവരെ മലയാളത്തിൽ ചെയ്തിരുന്ന ഒരുപാട് വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിട്ട് ഫീൽ ചെയ്തോ അതോ അതെല്ലാം ബ്രേക്ക് ചെയ്യുന്ന ഒരു ഇതാണോ? എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നിങ്ങളിലേക്ക്, മലയാളികളിലേക്ക് എത്തിച്ചത് പോലും മലയാളം സിനിമയേക്കാൾ കൂടുതൽ തമിഴാണ്. നാടോടികളാണെങ്കിലും വെങ്കയ്യപ്പോതുവാണെങ്കിലൊക്കെ. സോ എപ്പോഴും അവിടെ ഒരു ഇത് നമ്മുടെ ലാംഗ്വേജ് ആണെങ്കിലും കൂടെ അവിടേക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. ബിക്കോസ് വരുന്ന ചില ക്യാരക്ടേഴ്സ് നമ്മളെ മാത്രം നമുക്ക് വേണ്ടി എഴുതി വന്ന പോലത്തെ ചില ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും എനിക്ക് നിങ്ങളിൽ നിന്നുള്ളൊരു സ്നേഹം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 14 കൊല്ലമായി വെങ്കയ്യപ്പോതും റിലീസായിട്ട്. ഇപ്പോഴും അത് എൻ്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ അതിൽ ആ ക്യാരക്ടറിൻ്റെ ഡെപ്താണ്. ഈ സിനിമയിൽ ഡീസലിൽ വന്നിട്ട് ഒരു ഉടനീളം കഥാപാത്രം അല്ലെങ്കിൽ കൂടി വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഇതിൽ വളരെയധികം ഒരു താരനിര തന്നെ ഈ ഒരു സിനിമയിലുണ്ട്. സോ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പോർഷൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾസാണ് ഡയറക്ടർ ഓരോ കഥാപാത്രവും കൊടുത്തിരിക്കുന്നത്. എൻ്റെ ക്യാരക്ടറിനും അതിൻ്റേതായിട്ടുള്ള ഇൻറ്റൻസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം. ഞാൻ ആകെ വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു ബിലോ 10 days, 8-9 ദിവസം, 11 days. ഓക്കെ, കുറഞ്ഞു പോയി, 2 ദിവസം കുറഞ്ഞു പോയി. സോ 11 ദിവസമാണ് ഞാൻ വർക്ക് ചെയ്തത്. ഈ 11 ദിവസങ്ങളിൽ എനിക്ക് ഉണ്ടായ ഓരോ ദിവസം ഐ ഹാവ് ടു ടെൽ യു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, സർ ഒരു ബ്യൂട്ടിഫുൾ ഒരു ഡയറക്ടറാണ്. വളരെ നല്ല രീതിയിൽ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് അവരിൽ നിന്ന് എടുക്കാൻ പറ്റുമേ, ആ ക്യാരക്ടറിനെ എത്രമാത്രം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ട് സാറിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈവൻ ഡീസലിൽ പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവരുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. സോ തമിഴിൽ നിന്ന് കിട്ടുന്ന കഥാപാത്രങ്ങളാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ അതിലേക്ക് ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒരു റീസൺ. 2, മലയാളവും തമിഴും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും 2 രീതിയിലാണ് അതിൻ്റെ. തൃപ്തി ആയില്ലെങ്കിൽ വൺസ് മോർ എന്നൊക്കെ നമുക്കത് വളരെ സൗമ്യമായിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ചെയ്യാതെ ഇരിക്കാനൊന്നും തോന്നില്ല. സാർ ഓക്കെ സാർ, നമുക്ക് നമുക്കതിൻ്റെ ബെറ്റർമെൻ്റ് അല്ലേ നമ്മൾ നോക്കുക. സാർ അതാണ് ഭക്ഷണം, അതൊക്കെ വളരെ പ്രശ്നമായിരുന്നു. അതായത് സാർ ആക്ഷൻ രാവിലെ വന്ന് ആ ചെയറിൽ ഇരുന്ന പിന്നെ രാവിലെ തീരുന്നതാണ് കണക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുള്ളൂ. പക്ഷെ വെരി ഗുഡ് ഹ്യൂമൻ ബീങ്, ഐ ഹാവ് ടു ടെൽ യു. അത് ഭയങ്കര നല്ലൊരു മനുഷ്യനാണ്. എല്ലാവരെയും ലൈക്ക് മനസ്സിലാക്കി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഡീസലിനെ പറ്റി കഴിഞ്ഞ 2 കൊല്ലമായിട്ട് പറയുന്നുണ്ട്. ഏതാ പുതിയ പടം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ആദ്യത്തെ പടം ഡീസലാണ്. ഡീസൽ എവിടെയോ എപ്പോഴോ ഒരു സാധനം നമ്മുടെ മൈൻഡിൽ വരില്ല. നമ്മൾ കഥ കേൾക്കുമ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തോന്നില്ലേ, ഇതൊരു വേറൊരു സാധനമാണ്, നല്ലൊരു ഇതിലേക്ക് വരികയാണ് എന്നുള്ളൊരു തോന്നൽ എവിടെയോ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയെല്ലാം ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ അടുത്ത് ഇപ്പോൾ ഹരീഷ് നേരത്തെ പറഞ്ഞ വരെ ഹരീഷ് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ലബ്ബർപന്ത് ഇവിടെ നമ്മൾ അത്രമാത്രം സ്വീകരിച്ചിട്ടുണ്ടല്ലേ. അത്രയും ആക്സെപ്റ്റ് ചെയ്തൊരു ഫിലിമാണ്
தெரியுமா அது இங்கே யா இட் வாஸ் லைக் பயங்கர ஒரு நிறைய பேசினாங்க அதை பற்றி. ஸோ ஐ திங்க் ஒரு இன்டர்வியூவில் லாலேட்டன் சார் கூட சொல்லியிருந்தாங்க, லப்பர் பந்து மென்ஷன் பண்ணியிருந்தாங்க. ஸோ வெரி வெரி ஹாப்பி കമ്മിങ് ഫ്രം സച്ച് എ ലെജൻഡ്. ഇപ്പം നേരത്തെ സ്വാസിയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ സ്വാസി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതിൽ നിന്ന് നമ്മൾ മലയാളികൾ പോലും കണ്ടത് തമിഴ് ഫിലിമായിട്ടുള്ള ലവർ ബന്ദിലാണ്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫിലിമും നിങ്ങൾ വിനയ് ഈ പറയുന്ന പോലെ അത് വിനയ് കൂടെയാണ് എനിക്ക് കൂടുതൽ കോമ്പിനേഷനൊക്കെ ഉണ്ടായിരുന്നത്. വിനയ് വരാൻ സാധിച്ചിട്ടില്ല. ഒരു എന്താ പറയുക, നമ്മൾ ഇപ്പം കഴിഞ്ഞ കുറേ പടങ്ങൾ വിനയുടെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം വില്ലൻ ചെയ്തത് ഞാൻ ഒരു ആൻറ്റി ഹീറോ സൈഡിലുള്ള ഒരാളാണ്. സാർ പറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അത് തന്നെ ട്രെയിലർ பார்த்தாலே தெரிஞ்சிடல സാർ. സോ അപ്പോൾ എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ വിനയായിട്ടാണ്. അപ്പോൾ ഒരു ബ്രില്യൻ്റ് ആക്ടർ നമുക്ക് കണ്ടാൽ തന്നെ ഒരു ഒരു വില്ലൻ്റെ സാധനമാണ്. വന്ന് നിൽക്കുമ്പോൾ തന്നെ ഞാൻ വിനയ് എന്നൊക്കെ പറയുമ്പോൾ ഹൈറ്റ് വൈസിൽ വരെ ഭയങ്കര ഡിഫറൻസ് ആണ്. അതുപോലും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു പേരിനെ കൊടുക്കുമ്പോൾ നമ്മൾ ആ ഹൈറ്റ് ഒക്കെ നോക്കും. ഇതൊന്നും നോക്കിയിട്ടില്ല സാർ. ആ നേരെ ഒരു ഡിഫറെൻറ്റ് സാധനമാണ് ഇവിടുത്തെ ട്രൈ ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആക്ടർ, ഭയങ്കര രസമായിട്ട് ചില സാധനങ്ങൾ ഭയങ്കര രസമായിട്ടുള്ള സ്പോട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ഇപ്പോൾ വിനയ് കഴിഞ്ഞ ദിവസം എന്നെ അവിടെ പറഞ്ഞത് ഫേവറേറ്റ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിലൊരാൾ എൻ്റെ പേരും പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ തീർച്ചയായിട്ടും എനിക്കും ഇവിടെ ഞാൻ പറയുന്നതാ. ബിക്കോസ് ഐ ക്യാൻ ലൈക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സുഹൃത്തായി മാറിയിട്ടുണ്ടായിരുന്നു വിനയ്. സോ ഇതിൽ വിനയ് മാത്രമല്ല കുറേ അധികം ആർട്ടിസ്റ്റുകളുണ്ട്. വളരെയധികം ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്ട്സ് വരുന്നുണ്ട് മലയാളത്തിൽ. അത് പ്രാക്ടിക്കലി എത്തുന്നില്ല. ഇപ്പം നമുക്ക് ഓരോ ഫീമെയിൽസിൻ്റെ അടുത്ത് ചോദിക്കുക, ഫീമെയിൽ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെ അടുത്ത് എത്തുന്ന ഫീമെയിൽ സബ്ജക്ട്സ് വാസ്റ്റാണ്. കുറേ അധികം സിനിമകൾ വരുന്നുണ്ട്. പക്ഷെ ഇതൊന്ന് എന്താ പറയുക, ഒരു പ്രാക്ടിക്കലി പടമായി വരാനുള്ള ഒരു സ്പേസ് ഇപ്പോൾ അങ്ങ് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് ബ്രേക്ക് ചെയ്തതാണെന്ന് തോന്നുന്നു ലോക റിമേഡ് ഫിലിം. പോകെ പോകെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് മലയാളീസ് നമ്മളുടെ ഫീമെയിൽ സെൻട്രിക് ഫിലിംസിനെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു ചെറിയൊരു തുടക്കമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നല്ല നല്ല കഥാപാത്രങ്ങളും നല്ല നല്ല സിനിമകളും ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ആക്സെപ്റ്റ് ചെയ്യും, ഞാൻ എന്തായാലും അത് വർക്ക് ചെയ്യും. സോ അത് ആ ഒരു സ്പിരിറ്റോട് കൂടി തന്നെ നമ്മളുടെ പ്രേക്ഷകരും ഇതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും തോന്നും. താങ്കൾ ചോദ്യത്തിന് ഉത്തരമായോ? അതുപോലെ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് മലയാളത്തിൽ ഇനിയൊരു ഞാൻ കാത്തിരിക്കുന്ന പറഞ്ഞാല് നല്ല കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അതാണ് പറഞ്ഞത്, പ്രൊഡക്ഷൻസ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വെരി സോറി ടു അത് കൺവേ ചെയ്യുന്നതിൽ നിങ്ങൾ ആരും അതിനൊരു നെഗറ്റീവായിട്ട് എടുക്കരുത്. ഫീമെയിൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അവർക്കൊരു പേടിയാണ്. അയ്യോ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യും, ഇതെങ്ങനെ അവർക്ക് ബഡ്ജറ്റ് കവർ ചെയ്യാൻ പറ്റും, ഇത് പ്രേക്ഷകർ കാണുമോ സ്വീകരിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയമുണ്ട്. അതൊരു ഫാക്റ്റാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം ഞാനൊരു എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, 6 സിനിമയുടെ കഥ കേട്ടിട്ടുണ്ട്. എല്ലാം ഫീമെയിൽ സബ്ജക്ട്സ് ആണ്. ഈ ഫീമെയിൽ സബ്ജക്ട്സിന് പ്രൊഡ്യൂസറെ നോക്കുമ്പോൾ എല്ലാവരും പിൻവാങ്ങുന്നതിൻ്റെ ഭയം എന്താണെന്ന് എനിക്കറിയില്ല. നമ്മളൊരു എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വന്നാൽ മാത്രമേ ഒരു മാറ്റം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ അല്ലേ. ഇപ്പോൾ റിമയുടെ ഫിലിം എനിക്കറിയാം അതിൻ്റെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. സോ അത് വലിയൊരു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നലെ അതിൻ്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് വരാൻ സാധിച്ചില്ല.
പക്ഷെ എനിക്ക് തോന്നുന്നു ഇനിയൊരു 2-3 വർഷത്തിനുള്ളിൽ വളരെയധികം നല്ല നല്ല ഫീമെയിൽ സബ്ജക്ട്സ് വരും. അതിൻ്റെ ഒരു തുടക്കമായിരുന്നു നമ്മളുടെ ജയ എല്ലാം അതിൻ്റെ ഒരു സ്പാർക്ക് സ്റ്റാർട്ടിംഗ് ആണ്. ലോക വന്നു, റിമയുടെ ഫിലിം വരുന്നു, അങ്ങനെ ഓരോരോ സിനിമകളായിട്ട് വരണം. അതിനുള്ളൊരു കുറച്ച് പ്രൊഡ്യൂസേഴ്സും കൂടെ നമുക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കഥകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് മുന്നിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമുണ്ട്.